ഒരു സ്മരണയോടുകൂടി ശ്രീമദ് ഭഗവത്ഗീത പ്രഥമോധ്യായം. ഗീതയിലെ ഒന്നാം അധ്യായത്തില് ഗീതയെ അവതരിപ്പിക്കുന്നതിനുള്ള സന്ദർഭം. ഈ സന്ദർഭത്തിൽ അർജുനൻ ഇവിടെ ചോദിക്കുന്ന ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങൾക്കുള്ള സമാധാനം ആയിട്ടാണ് ബാക്കിയുള്ള ഗീതാഭാഗങ്ങൾ മുഴുവനും വരുന്നത്. അർജുനന്റെ പ്രധാനമായ ചോദ്യങ്ങൾക്ക് ഉള്ള മറുപടികൾ ആണ് ബാക്കിയുള്ള 18 അധ്യായങ്ങളും. അതിനിടയ്ക്ക് മറ്റു ചോദ്യങ്ങളും വരുന്നുണ്ട്. അതിനും സാന്ദർഭികമായി മറുപടി പറയുന്നുണ്ട്. പക്ഷെ ഈ ഒന്നാം അധ്യായത്തിലെ ഈ ചോദ്യങ്ങൾ, അർജുനന്റെ ചോദ്യങ്ങൾ, നമ്മളവിടെ എത്തിയില്ല. ഈ ഒന്നാം അധ്യായത്തിലെ ചോദ്യങ്ങൾ അർജുനൻ ഉന്നയിക്കുന്നതിന് ഇതിനൊരു പശ്ചാത്തലമുണ്ട് മഹാഭാരതത്തിൽ. അത് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞല്ലോ. ഈ ഗീതയുടെ ആ പശ്ചാത്തലം, ഉപദേശത്തിന്റെ ആ പശ്ചാത്തലം നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ഈ ചോദ്യങ്ങളുടെ സാങ്കത്യം മനസ്സിലാക്കണമെങ്കിൽ ഇവിടെ യുദ്ധം ഒഴിവാക്കുന്നതിന് വേണ്ടി അർജുനൻ ചിന്തിക്കുന്നു. അങ്ങനെ അർജുനൻ പല ചോദ്യങ്ങളിലൂടെ ചോദിക്കുന്നുണ്ട്. ഈ ചോദ്യങ്ങളെല്ലാം ഇതിന് കുറച്ച് മുമ്പിൽ, മഹാഭാരതത്തിൽ മുമ്പിലുള്ള ഒരു സന്ദർഭത്തിൽ വരുന്ന ചോദ്യങ്ങളാണ്. അത് യുദ്ധം ഒഴിവാക്കുന്നതിന് വേണ്ടി ഭഗവാൻ തന്നെ കൗരവ സദസ്സിലേക്ക് ദൂതനായി പോകുന്ന ഒരു സന്ദർഭമുണ്ട്. അങ്ങനെ കൗരവ സദസ്സിലേക്ക് ദൂതൻ പോകുന്നതിന് തൊട്ടു മുമ്പിൽ മറ്റൊരു കാര്യം നടക്കുന്നുണ്ട്. ധൃതരാഷ്ട്ര മഹാരാജാവ് സഞ്ജയനെ പാണ്ഡവന്മാരുടെ അടുത്തേക്ക് ദൂതനായി പറഞ്ഞയക്കുന്നു, യുദ്ധം ഒഴിവാക്കാൻ വേണ്ടി. എന്നാൽ ധൃതരാഷ്ട്ര മഹാരാജാവ് അങ്ങനെ പോകുന്നതിന് കാരണം വിതുരന്റെയും ഭീഷ്മരുടെയും മറ്റു ഉപദേശമാണ്. കാരണം ഈ യുദ്ധത്തിന് ഒരുമ്പെട്ട് കഴിഞ്ഞാൽ കൗരവവംശം മുടിയും. ഈ യുദ്ധം കൊണ്ട് ആർക്കും ലാഭം ഉണ്ടാകത്തില്ല. അതുകൊണ്ട് യുദ്ധം ഒഴിവാക്കണം എന്ന് അവരെല്ലാം ഉപദേശിക്കുമ്പോൾ ധൃതരാഷ്ട്ര മഹാരാജാവ് സഞ്ജയനെ, കാരണം പാണ്ഡവന്മാരോട് വളരെ പ്രീതിയുള്ള ആളും പാണ്ഡവന്മാർക്ക് പ്രിയപ്പെട്ട ആളുമാണ് സഞ്ജയൻ, ആ സഞ്ജയനെ വനത്തിലേക്ക് അയക്കുന്നു. വനത്തിൽ ശ്രീകൃഷ്ണന്റെയും ദ്രുപദ മഹാരാജാവിന്റെയും സാന്നിധ്യത്തിൽ സഞ്ജയൻ അവിടെ ദൂതനായി ചെല്ലുന്നു. അവരുടെ മുമ്പിൽ സഞ്ജയൻ ഈ യുദ്ധം ഒഴിവാക്കുന്നതിന് വേണ്ടി അനേക യുദ്ധത്തിന്റെ ദോഷങ്ങൾ, ഈ യുദ്ധം കൊണ്ട് സംഭവിക്കാവുന്ന കാര്യങ്ങൾ, അനേക വാദമുഖങ്ങൾ അവിടെ നിരത്തും. യുദ്ധം ഒരു കാരണവശാലും ഇത് നടത്താൻ പാടുള്ളതല്ല എന്ന് ബോധിപ്പിക്കാൻ ശ്രമിക്കും. അവിടെ ഈ സഞ്ജയൻ പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന ആളാണ് അർജുനൻ. അപ്പൊ ഇവിടെ ഈ അധ്യായത്തിൽ ഇവിടെ അർജുനൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളെല്ലാം തന്നെ സഞ്ജയൻ ദൂതനായി വന്നപ്പോൾ പറഞ്ഞ കാര്യങ്ങളാണ്. ഇനിയിപ്പോൾ അർജുനൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ, അത് യുദ്ധത്തിന്റെ ദോഷങ്ങൾ പറയും. ഗുരുക്കന്മാരെ കൊല്ലുന്നത് ദോഷമാണ്, വർണ്ണസങ്കരം ഉണ്ടാവും, സ്ത്രീകൾ ദൂഷിക്കും, അതിന് നല്ല ഭിക്ഷാടനമാണ്. ഈ കാര്യങ്ങളെല്ലാം സഞ്ജയൻ പാണ്ഡവരോട് പറഞ്ഞതാണ്.
അപ്പോൾ അർജുനൻ ഈ സമയത്ത് ഇങ്ങനൊരു മനംമാറ്റം വരുന്നതാണ്. ആ സഞ്ജയന്റെ സംഭാഷണം, സഞ്ജയന് പാണ്ഡവന്മാർ ഗുരുതുല്യനായി കാണുന്ന ആളാണ്. ആ സഞ്ജയന്റെ സംഭാഷണവും ഒരു കാരണമാണ്. ഞാനീ പറഞ്ഞത് ഇതിനൊരു പൂർവ്വബന്ധമുണ്ട്. അല്ല പെട്ടെന്ന് യുദ്ധ സ്ഥലത്ത് വന്നിട്ട് പെട്ടെന്ന് അർജുനനൊരു മനംമാറ്റം ഉണ്ടായി ചിന്തിക്കുന്നതല്ല. ഈ യുദ്ധത്തെ സംബന്ധിച്ചുള്ള അഭിപ്രായം ചോദിക്കുമ്പോൾ ആ സമയത്ത് അർജുനനും യുദ്ധം വേണ്ട എന്ന പക്ഷക്കാരനായിരുന്നു. യുദ്ധത്തിന് ഞങ്ങൾക്ക് താല്പര്യമില്ല, കാരണം യുദ്ധം കൊണ്ട് നാശം വരും. ധർമ്മപുത്രരും ഭീമസേനനും യുദ്ധം വേണ്ട എന്നുള്ള പക്ഷക്കാരായിരുന്നു. യുദ്ധം ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഭീമസേനനും പറഞ്ഞു, ഈ യുദ്ധം കൊണ്ട് ആർക്കും യാതൊരു നേട്ടവും ഉണ്ടാകത്തില്ല. കാരണം സഞ്ജയം പറയും, യുദ്ധം നടത്തിക്കഴിഞ്ഞാൽ പിന്നീട് അവശേഷിക്കുന്നത് ആരൊക്കെയായിരിക്കും എന്ന് പറയാൻ പ്രയാസമാണ്. അങ്ങനെ അവശേഷിച്ചു കഴിഞ്ഞാൽ അത് വിരലിൽ എണ്ണാവുന്നുള്ള ആൾക്കാരെ കാണത്തുള്ളൂ. അങ്ങനെ യുദ്ധത്തിലൂടെ ഈ രാജ്യം നേടിയിട്ട് പിന്നെ ഈ രാജ്യത്തിന്റെ സുഖഭോഗങ്ങളൊന്നും അനുഭവിക്കാൻ നമ്മുടെ വംശത്തിൽ ആരും ഉണ്ടാകത്തില്ല. ഈ കാര്യങ്ങളെല്ലാം അർജുനൻ കേട്ടിരുന്ന അർജുനനും ഭീമസേനനും ധർമ്മപുത്രനുമെല്ലാം ആ യുദ്ധത്തെ ഒഴിവാക്കണമെന്ന പക്ഷക്കാരായിരുന്നു. പക്ഷെ അവിടെ യുദ്ധം വേണം എന്ന് വാശി പിടിച്ച ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ. ഇത്രയെല്ലാം ഇവർ പറഞ്ഞിരുന്നത് കേട്ടിട്ടും അത് പാഞ്ചാലിയാണ്. പാഞ്ചാലി അവിടെ വളരെ കർശനമായി നിർബന്ധപൂർവ്വം യുദ്ധം കൂടിയേ തീരൂ, തന്നെ കൗരവ സദസ്സിൽ അപമാനിച്ചതിന് പ്രതികാരം വീട്ടാൻ യുദ്ധം കൂടിയേ തീരൂ, യുദ്ധം കൊണ്ട് മാത്രമേ ഇത് പരിഹരിക്കാൻ പറ്റൂ എന്ന് വാശി പിടിച്ചു. ആ സന്ദർഭത്തിൽ അവരുടെ ചർച്ചയിൽ സഞ്ജയൻ പറഞ്ഞ യുദ്ധത്തെ സംബന്ധിച്ച് യുദ്ധത്തിൽ ഉണ്ടാക്കുന്ന ദോഷങ്ങളും യുദ്ധത്തിൽ വരാമെന്നുള്ള മറ്റു കെടുതികളും പറഞ്ഞതിന് അർജുനന്റെ മനസ്സിൽ ഉണ്ടായിരുന്നു. അത് ഈ സന്ദർഭത്തിൽ വീണ്ടും അർജുനന് ഓർമ്മ വന്നു. അതാണ് അർജുനൻ ഈ സന്ദർഭത്തിൽ ഇത്തരം ചോദ്യങ്ങൾ ഉന്നയിക്കാൻ കാരണം. വർണ്ണസങ്കരത്തെക്കുറിച്ചും മറ്റും ചോദ്യങ്ങൾ ഉന്നയിക്കുകയും ഒരു പ്രധാന കാരണം അതാണ്. അല്ല പെട്ടെന്ന് യാദൃച്ഛികമായി അർജുനന് ഗുരുക്കന്മാരെ കണ്ടതുകൊണ്ട് വന്ന ഒരു വിഭ്രാന്തി അല്ല. ആ ഒരു കാര്യം കൂടി നമ്മളെ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഈ അധ്യായത്തിലെ ഈ വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്യാൻ. ഇതിന്റെ സന്ദർഭം നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതാണ്. ഇവിടെ ധൃതരാഷ്ട്രർ സഞ്ജയനോട് ചോദിക്കുന്നു യുദ്ധത്തിന്റെ പ്രാരംഭത്തെക്കുറിച്ച്. യുദ്ധം നടന്നു കഴിഞ്ഞതിന് ശേഷം അവിടെ നടന്ന കാര്യങ്ങൾ എന്താണെന്ന് സഞ്ജയൻ വിശദീകരിക്കുന്നു. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേതായുത്സവഃ മമ കാ പാണ്ഡവാശ്ചൈവ കിമകുർവത സഞ്ജയ. സഞ്ജയ ഉവാച ദൃഷ്ട്വാ തു പാണ്ഡവാനീകം വ്യൂഢം ദുര്യോധനസ്തദാ ആചാര്യം ഉപസംഗമ്യ രാജാ വചനമബ്രവീത് പശ്യേതാം പാണ്ഡുപുത്രാണാം
ആചാര്യമഹതീം ചമൂം വ്യൂഢാം ദ്രുപദപുത്രേണ തവ ശിഷ്യേണ ധീമതാ. വീണ്ടും സഞ്ജയൻ പറയുകയാണ്, ദുര്യോധനൻ ദ്രോണരോട് പറയുന്നതായിട്ട്, ആചാര്യ, അല്ലയോ ആചാര്യ, തവ ശിഷ്യേണ ധീമത ദുർവതപുത്രേണ വ്യൂഢാം പാണ്ഡുപുത്രാണാം ഏതാം മഹതീം ചമൂം പശ്യ. തവ ശിഷ്യേണ, തവ അങ്ങയുടെ ശിഷ്യനായ, ധീമത ബുദ്ധിമാനായ, ദ്രുപദപുത്രേണ ദ്രുപദപുത്രനാൽ, അതായത് ദൃഷ്ടദ്യുമ്നൻ, പാഞ്ചാലിയുടെ സഹോദരൻ, ദ്രോണരെ കൊല്ലാൻ വേണ്ടി യാഗാഗ്നിയിൽ നിന്ന് ജനിച്ചയാളാണ് ദൃഷ്ടദ്യുമ്നൻ. അങ്ങനെയുള്ള ദൃഷ്ടദ്യുമ്നൻ തന്നെ കൊല്ലാൻ ജനിച്ചവൻ ആണെന്നറിഞ്ഞിട്ട്, അതറിഞ്ഞുകൊണ്ട് തന്നെ ദ്രോണാചാര്യര് തന്റെ കൂടെ താമസിപ്പിച്ച് അസ്ത്രവിദ്യകളെല്ലാം പഠിപ്പിച്ചു. അതിനെ സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു തവ ശിഷ്യേണ. അങ്ങനെയുള്ള അങ്ങയുടെ ശിഷ്യനായ ദ്രുപദപുത്രനായ ദൃഷ്ടദ്യുമ്നാൽ വ്യൂഢ വ്യൂഹരചന ചെയ്ത സജ്ജീകരിച്ചതായ പാണ്ഡുപുത്രാണാം പാണ്ഡവന്മാരുടെ ഏതാം മഹതീം ചമു ഈ വലിയ സേനയെ, ചമു സേന, മഹതീം ചമു ഈ വലിയ സേനയെ, പശ്യ ഏതാം ചമു അതിന്റെ വിശേഷണമാണ് ഏതാം, ഇതിനെ പശ്യ കണ്ടാലും നോക്കൂ. പശ്യ ഏതാം, അതാണ് അവിടെ സന്ധി വന്നിട്ട് പശ്യീതാം. ദ്രുപദനും ദ്രോണാചാര്യരും സഹപാഠികളായിരുന്നു. പക്ഷെ ദ്രുപദൻ രാജാവായി. ആ സമയത്ത് ദ്രോണാചാര്യർ ദരിദ്രനായിരുന്ന ദ്രുപദനെ സമീപിച്ചു, അധിക്ഷേപിച്ച് വിട്ട് സഹായിച്ചില്ല. അതിന് പ്രതികാരം വീട്ടാനാണ് ഹസ്തിനപുരത്തിൽ വന്ന് പാണ്ഡവന്മാരെയും കൗരവന്മാരെയും എല്ലാം അസ്ത്രവിദ്യ പഠിപ്പിച്ചത്. ഒടുവിൽ അവരെ കൊണ്ട് ദ്രുപദനെ ബന്ധനസ്ഥനാക്കി. എന്നിട്ട് ദ്രോണർ തന്നെ സ്വയം മനസ്സറിഞ്ഞ് ദ്രുപദനെ സ്വതന്ത്രനാക്കി മൈത്രിയെ സ്ഥാപിച്ചു. ആ മൈത്രിയുടെ പേരിൽ ആണ് പുത്രനായ ദൃഷ്ടദ്യുമ്നനെ ദ്രോണർ പിന്നീട് അസ്ത്രവിദ്യ പരിശീലിപ്പിച്ചത്. പക്ഷേ ദ്രുപദന്റെ മനസ്സിൽ പ്രതികാരം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ദ്രോണാചാര്യരെ സ്വതന്ത്രനാക്കിയിട്ടും ദ്രുപദൻ പോയി രാജ്യം ഏറ്റെടുത്തിട്ട് അവിടെ യാഗം നടത്തി. ആ യാഗത്തിൽ നിന്ന് ദൃഷ്ടദ്യുമ്നനും പാഞ്ചാലിയും ഉണ്ടായി. ആ ദൃഷ്ടദ്യുമ്നനെ ദ്രോണരെ കൊല്ലാൻ വേണ്ടി, സഞ്ജനാക്കാൻ വേണ്ടി ദ്രോണരുടെ അടുത്ത് തന്നെ അയച്ച് അസ്ത്രവിദ്യകൾ പഠിപ്പിച്ചു. അങ്ങനെയുള്ള ദൃഷ്ടദ്യുമ്നനാണ് ഇവിടെ സേനയെ തയ്യാറാക്കി നിർത്തിയിരിക്കുന്നത് എന്ന് ദുര്യോധനൻ ഓർമ്മിപ്പിക്കുകയാണ്. ഇക്കാര്യം ദ്രോണർക്ക് അറിയാമായിരുന്നു.
വിധി അതാണെങ്കിൽ അത് സംഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ദ്രോണാചാര്യർ ദൃഷ്ടദ്യുമ്നൻ വിധിയെല്ലാം പഠിപ്പിക്കുന്നത്. ആ ദൃഷ്ടദ്യുമ്നനാണ് ഇവിടെ നിൽക്കുന്നത്. ഇനി ആരൊക്കെയാണ് അവിടെ ആ സേനയിൽ നിൽക്കുന്നതെന്നാണ് അടുത്ത് പറയുന്നത്. പശ്യേതാം പാണ്ഡുപുത്രാണാം ആചാര്യമഹതീം ചമൂം വ്യൂഢാം ദ്രുപദപുത്രേണ തവ ശിഷ്യേണ ധീമതാ അത്ര ശൂരാ മഹേശ്വാസാ ഭീമാർജുനസമായുധി യുയുധാനോ വിരാടസ്ഥ ദ്രുപദശ്ച മഹാരഥഃ ദൃഷ്ടകേതുശ്ചേകിതാന കാശിരാജശ്ച വീര്യവാൻ പുരുജിത് കുന്തിഭോജശ്ച ശൈബ്യശ്ച നരപുംഗവഃ യുദ്ധാമന്യുശ്ച വിക്രാന്ത ഉത്തമൗജാശ്ച വീര്യവാൻ സൗഭദ്രോ ദ്രൗപദേയാശ്ച സർവ ഏവ മഹാരഥാഃ. മഹാരഥന്മാര് അവിടെ യുദ്ധത്തിന് തയ്യാറായിരിക്കുന്ന ആരൊക്കെയാണെന്ന് ഇവിടെ പറയുന്നു. 10,000 വിരഥികളോട് ഒരേ സമയം യുദ്ധം ചെയ്യാൻ കഴിവുള്ള ആളിന് മഹാരഥൻ എന്ന് പറയുന്നു. അതിരഥൻ എണ്ണമറ്റ യോദ്ധാക്കളോട് യുദ്ധം ചെയ്യാൻ കഴിവുള്ളവൻ. ഇങ്ങനെയുള്ള മഹാഭാരതത്തിൽ ഈ മഹാരഥന്മാരെ വർണ്ണിക്കുന്നുണ്ട്. അതിൽ ആരൊക്കെയാണ് പറയുന്നു. അത്ര ഇവിടെ ഈ സേനയിൽ ശൂരാഹ ശൂരന്മാരും മഹേശ്വാസ മഹത്തായ വില്ലുകൾ ധരിച്ചിരിക്കുന്നവർ ആണ് മഹേശ്വാസ. മഹത്തായ വിശ്വാസം എന്ന് പറയുന്നത് വില്ല്, മഹത്തായ വിശ്വാസം വില്ല് ധരിച്ചിട്ടുള്ളവർ, യുദ്ധനിപുണന്മാർ എന്നർത്ഥം. വില്ലാളി വീരന്മാരും യുധി ഭീമാർജുന സമാഹ യുദ്ധത്തിൽ ഭീമാർജുനന്മാർക്ക് തുല്യരായിട്ടുള്ളവരുമായ അവരാരൊക്കെയാണ് അടുത്ത് പറയുന്നു. യുയുധാനോ യുയുധാനൻ, വിരാട വിരാട രാജാവ്, മഹാരഥ ദ്രുപദ മഹാരഥനായ ദ്രുപദൻ, ദൃഷ്ടകേതു, ചേകിതാനൻ ഓരോ രാജാക്കന്മാരുടെ പേരാണ്. വീര്യവാൻ കാശിരാജ വീര്യവാനായ കാശിരാജാവ്, പുരുജിത് മറ്റൊരു രാജാവിന്റെ പേരാണ്. കുന്തിഭോജ കുന്തിഭോജൻ, ശൈബ്യൻ, നരപുംഗവ ശൈബ്യ നരപുംഗവനായ ശൈബ്യൻ, വിക്രാന്ത യുധാമന്യു പരാക്രമി വിക്രാന്തൻ പരാക്രമിയായ യുധാമന്യു, വീര്യവാൻ ഉത്തമൗജ വീര്യവാനായ ഉത്തമോജസ് എന്നാണ് പേര്, സൗഭദ്രൻ സുഭദ്രയുടെ പുത്രനായ അഭിമന്യു, ദ്രൗപദേയാസ് ദ്രൗപദിയുടെ 5 പുത്രന്മാര്, സർവേ ഏവ അതാണ് അവിടെ സർവ ഏവ എന്ന് സന്ധി വന്നിരിക്കുകയാണ്. സർവേ ഏവ മഹാരഥാഃ സർവേ മഹാരഥ ഏവ ഇവരെല്ലാവരും തന്നെ മഹാരഥന്മാരാണ് എന്ന് അവരുടെ എല്ലാം പേരുകൾ പറയുകയാണ്. അത്ര ശൂര മഹേശ്വാസ ഭീമാർജുന സമായുധി യുയുധാനോ വിരാടസ്ഥ ദ്രുപദശ്ച മഹാരഥഃ ദൃഷ്ടകേതുശ്ചേകിതാന കാശിരാജശ്ച വീര്യവാൻ പുരുജിത് കുന്തിഭോജശ്ച ശൈബ്യശ്ച നരപുംഗവഃ
യുധ മനുശ്ച വിക്രാന്ത ഉത്തമൗജാശ്ച വീര്യവാൻ സൗഭദ്രോ ദ്രൗപദേയാശ്ച സർവയേവ മഹാരഥാഃ അസ്മാകം തു വിശിഷ്ടായേ താൻ നിബോധ നിജോത്തമ നായക മമ സൈന്യസ്യ സംജ്ഞാർത്ഥം താൻ ബ്രവീമി തേ. അടുത്ത് ദുര്യോധനൻ പറയുകയാണ് ദ്വിജോത്തമ, ബ്രാഹ്മണശ്രേഷ്ഠ. ദ്രോണര് ബ്രാഹ്മണ വംശത്തിൽ പിറന്നയാളാണ്. പക്ഷെ യുദ്ധം അഭ്യസിക്കുകയും യുദ്ധം അഭ്യസിപ്പിക്കുകയും ചെയ്ത ക്ഷത്രിയ ധർമ്മത്തെ സ്വീകരിച്ച ആളാണ്. അല്ലയോ ബ്രാഹ്മണശ്രേഷ്ഠ, അസ്മാകം യേ വിശിഷ്ടാഃ, അസ്മാകം നമ്മുടെ, യേ വിശിഷ്ടാഃ ആരാണോ വിശിഷ്ടന്മാരായിട്ടുള്ളവർ, മമ സൈന്യസ്യ നായകാഃ എന്റെ സൈന്യത്തിന്റെ നായകന്മാർ, താൻ നിബോധ അവരെ മനസ്സിലാക്കൂ, തേ സംജ്ഞാർത്ഥം അങ്ങയുടെ അറിവിനായി, സംജ്ഞാർത്ഥം സംജ്ഞ എന്ന് വെച്ചാൽ അറിവ്, സംജ്ഞാർത്ഥം അറിവിനു വേണ്ടി, തേ സംജ്ഞാർത്ഥം അങ്ങയുടെ അറിവിനു വേണ്ടി, താൻ ബ്രവീമി അവരെ കുറിച്ച് ഞാൻ പറയുന്നു എന്നാണ്. താൻ നിബോധ എന്നാണ് അവിടെ പിരിച്ചെടുക്കേണ്ടത്. സംജ്ഞാർത്ഥം സംജ്ഞയ്ക്ക് വേണ്ടി, അറിവിനു വേണ്ടി എന്നർത്ഥം. താൻ ബ്രവീമി അവരെ കുറിച്ച് പറയുന്നു. നമ്മുടെ പക്ഷത്തുള്ള വിശിഷ്ടരായ നായകന്മാരാരാണോ അവരെല്ലാം ഞാൻ അങ്ങയുടെ അറിവിനു വേണ്ടി പറയുന്നു എന്നാണ്. അസ്മാകം തു വിശിഷ്ടായേ താൻ നിബോധ ദ്വിജോത്തമ നായക മമ സൈന്യസ്യ സംജ്ഞാർത്ഥം താൻ ബ്രവീമി തേ. ഭവാൻ ഭീഷ്മശ്ച കർണശ്ച കൃപശ്ച സമിതിം ജയ അശ്വത്ഥാമാ വികർണശ്ച സൗമദത്തിസ്തഥൈവ ച. ആരൊക്കെയാണ് നമ്മുടെ കൂട്ടത്തിൽ വിശിഷ്ടനായിട്ടുള്ളത്? ഒന്ന് ഭവാൻ, ഒന്ന് അങ്ങ് തന്നെയാണ്. ഭീഷ്മശ്ച അടുത്ത ഭീഷ്മർ, കർണശ്ച കർണൻ, കൃപഃ കൃപൻ, സമിതിം ജയഃ യുദ്ധത്തിൽ ജയിക്കുന്നവൻ, സമിതി യുദ്ധം അതിനെ ജയിക്കുന്നവൻ എന്നാണ്. കൃപൻ ഇതെല്ലാവർക്കും വിശേഷണമായി ചേർക്കാം. ഇവരെല്ലാം യുദ്ധത്തിൽ ഭീഷ്മ, കർണ, കൃപഃ ഇവരെല്ലാം സമിതിഞ്ജയന്മാരാണ്, യുദ്ധത്തിൽ ജയിക്കുന്നവരാണ്, ഒരിക്കലും പരാജയപ്പെടാത്തവരാണ്. അശ്വത്ഥാമ ദ്രോണപുത്രനായ അശ്വത്ഥാമാവ്, വികർണ വികർണൻ ദുര്യോധനന്റെ സഹോദരനാണ്, സൗമദത്തി തഥൈവച സൗമദത്തി. ഇവിടെ ചിലടത്ത് പാഠഭേദമുണ്ട്. സൗമദത്തി ജയദ്രഥ അങ്ങനെയും പാഠഭേദമുണ്ട്. സൗമദത്തി തഥൈവച തഥാ ഏവച അങ്ങനെയുണ്ട്. രണ്ടു തരത്തിലും പാഠമുണ്ട്. ചില പുസ്തകങ്ങളിൽ അങ്ങനെയാണ് പ്രിന്റ് ചെയ്തിരിക്കുന്നത്. സൗമദത്തി ജയദ്രഥ എന്ന്. ഭൂരിശ്രവസ് സൗമദത്തിയുടെ മറ്റൊരു പേരാണ്.
ഇവരെല്ലാം മഹാഭാരതത്തിൽ പല സന്ദർഭങ്ങളിലായി വരുന്നവരാണ്. അവരുടെയൊക്കെ ചരിത്രങ്ങളും മറ്റു കാര്യങ്ങളൊന്നും ഇവിടെ വലിയ പ്രസക്തമായ കാര്യങ്ങളല്ല. മഹാഭാരതത്തിൽ നിന്നും മറ്റും മനസ്സിലാക്കാം. ഭവാൻ ഭീഷ്മശ്ച കർണശ്ച കൃപശ്ച സമുദിഞ്ജയഃ അശ്വത്ഥാമാ വികർണശ്ച സൗമദത്തിസ്തഥൈവ ച അന്യേ ച ബഹവഃ ശൂരാഃ മദർത്തേ ത്യക്തജീവിതാഃ നാനാശസ്ത്രപ്രഹരണാഃ സർവേ യുദ്ധവിശാരദാഃ. ഈ ശ്ലോകങ്ങളിലേക്ക് ഓരോ പദങ്ങളും പലരും പലതരത്തിൽ, അതായത് അവരവരുടെ കൽപ്പനകളനുസരിച്ച് വ്യാഖ്യാനിക്കുന്നുണ്ട്. വളരെ ഭാവനാപൂർണങ്ങളായ വ്യാഖ്യാനങ്ങൾ, പല വ്യാഖ്യാനങ്ങളും കണ്ടിട്ടുണ്ട്. ഓരോ അക്ഷരത്തിനും അങ്ങനെ വ്യാഖ്യാനിക്കാറുണ്ട്. പക്ഷെ അത് കൂടുതലും വ്യാഖ്യാനിക്കാൻ വേണ്ടിയുള്ള ഒരു വ്യാഖ്യാനമാണ്. ഒരു വ്യാഖ്യാനം വായിക്കുമ്പം വായിക്കുന്ന ആളിന് തോന്നുന്നത് തനിക്കൊരു വ്യാഖ്യാനം എഴുതണം, അത് ഇതുപോലെ ആയിരിക്കരുതെന്നാണ്. അപ്പൊ പൂർവ്വവ്യാഖ്യാനം അല്ലാത്തൊരു വ്യാഖ്യാനം എഴുതാൻ വേണ്ടി പലരും ഇങ്ങനെ അവരുടെ ഭാവനകളൊക്കെ പ്രയോഗിച്ച് ഒരുപാടൊക്കെ വ്യാഖ്യാനിക്കും. പക്ഷെ മഹാഭാരതം കുറെയെങ്കിലും വായിച്ചു കഴിഞ്ഞാൽ അങ്ങനെ വ്യാഖ്യാനിക്കാനുള്ള ആ ഒരു ആഗ്രഹം അങ്ങ് ശമിക്കും. കാരണം ഇത്തരം വിശദീകരണങ്ങളെല്ലാം എത്രയോ ഭാഗങ്ങളിൽ മഹാഭാരതത്തിൽ വരുന്നുണ്ട്. മുൻഭാഗങ്ങളിൽ ഇതിന് ശേഷമെല്ലാം ഈ പേരുകളൊക്കെ എത്രയോ തവണ ആവർത്തിക്കുന്നുണ്ട്. അതിന് ലക്ഷക്കണക്കിന് ചാഹ വ എല്ലാം കിടപ്പുണ്ട്. ഇതെല്ലാം വ്യാഖ്യാനിക്കാൻ പോയാൽ എത്രയോ മഹാഭാരതങ്ങൾ തന്നെ എഴുതേണ്ടി വരും. അതുകൊണ്ട് ഈ അതിരുകിടന്ന വ്യാഖ്യാനിക്കാൻ വേണ്ടിയുള്ള വ്യാഖ്യാനങ്ങൾ നമ്മൾ ഇത് പൂർവാപരമായി ചിന്തിക്കുമ്പോൾ പലതും ആവശ്യമില്ലാത്തതാണെന്ന് തോന്നും. അതുകൊണ്ട് തന്നെ ഈ ഭാഗങ്ങളിലൊന്നും കൂടുതൽ വ്യാഖ്യാനങ്ങൾ ആവശ്യമില്ല. ഇതൊരു സന്ദർഭത്തെ അവതരിപ്പിക്കുന്നു. ഈ സന്ദർഭം എന്ന് പറയുന്നത് ഇവിടെ തുടങ്ങുന്നതല്ല. ഇതിനു മുമ്പുള്ള എത്രയോ പർവ്വങ്ങളിൽ ഇത്തരമൊരു സന്ദർഭം, ആ പർവ്വങ്ങളെല്ലാം അതിൻ്റെയൊക്കെ തുടർച്ചയായിട്ടാണ് ഈ ഒന്നാം അധ്യായം വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇതിനെ മാത്രം കണ്ടുകൊണ്ട് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ വ്യാഖ്യാനിക്കുന്നതിന് വലിയ കഴമ്പൊന്നുമില്ലെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഭാഗങ്ങൾ കൂടുതൽ വ്യാഖ്യാനത്തിന് എന്തായാലും ഒരുങ്ങുന്നില്ല. അന്യേച ബഹവഃ ശൂരാ മദർത്തേ ത്യക്തജീവിതാഃ നാനാശസ്ത്രപ്രഹരണാഃ സർവേ യുദ്ധവിശാരദാഃ. മദർത്തേ ത്യക്തജീവിതാഃ, മദർത്തേ എനിക്ക് വേണ്ടി, ത്യക്തജീവിതാഃ ജീവിതത്തെ ഉപേക്ഷിച്ചവർ, എന്നുവെച്ചാൽ മരിക്കാൻ സന്നദ്ധരായവർ. നാനാ ശസ്ത്രപ്രഹരണാഃ, നാനാശസ്ത്രങ്ങൾ, പലതരത്തിലുള്ള ആയുധങ്ങൾ പ്രയോഗിക്കുന്നതിന് സാമർഥ്യമുള്ളവർ, നാനാശസ്ത്രപ്രഹരണന്മാർ, യുദ്ധവീരന്മാർ. സർവേ യുദ്ധവിശാരദാഃ, യുദ്ധവീരന്മാർ, യുദ്ധസാമർഥ്യമുള്ളവർ. അന്യേച വേറെയും ഉണ്ട്, വേറെയും ഉണ്ട് എന്ന് പറയണം. ഈ പറഞ്ഞതല്ല, കൂടെയുമുണ്ട്. പേരെടുത്ത് പറയാൻ കഴിയാത്ത 18 അക്ഷോഹിണികളിൽ ഭൂരിപക്ഷവും ദുര്യോധനന്റെ ഭാഗത്താണ്. അതുകൊണ്ട് ദുര്യോധനൻ പറയുകയാണ്, ഇത്രയല്ല, ഇനിയും ധാരാളം യുദ്ധവീരന്മാർ, മഹാരഥന്മാരും അതിരഥികളുമെല്ലാം ഇനിയും വേറെയുണ്ട് എന്നാണ്. അന്യേച ബഹവഃ ശൂരാഃ മദർത്തേ ത്യക്തജീവിതാഃ നാനാശസ്ത്രപ്രഹരണാഃ
സർവേ യുദ്ധ